നമസ്തേ സർവോദയം. 10th സ്റ്റാൻഡേർഡിലെ ഫിസിക്സിലെ LED ബൾബ് എന്ന ടോപ്പിക്കാണ് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നമ്മുടെ വീടുകളിൽ ഇന്ന് ഏറ്റവും കൂടുതൽ പ്രചാരത്തിലിരിക്കുന്ന വീടുകളിൽ നിന്ന് മാത്രം എല്ലാ വ്യവസായശാലകളിലും എല്ലാ കടകളിലുമെല്ലാം ഉപയോഗിക്കുന്ന ബൾബാണ് LED ബൾബ്. നമ്മൾ മുമ്പത്തെ ടോപ്പിക്കുകളിൽ നമ്മൾ പറഞ്ഞു ഫിലമെൻ്റ് ലാമ്പുകൾ ഉണ്ടായിരിക്കും, ഡിസ്ചാർജ് ലാമ്പുകൾ, CFL ലാമ്പുകൾ. ഈ ഫിലമെൻ്റ് ലാമ്പിൻ്റെ പ്രോബ്ലംസ് നമ്മൾ പറഞ്ഞു. അതിന് ഏറ്റവും കൂടുതൽ ഏത് രൂപത്തിലാണ് നഷ്ടപ്പെടുന്ന ഇതിൽ വൈദ്യുതോർജ്ജം ഏറ്റവും കൂടുതൽ ഹീറ്റ് എനർജി ആയിട്ട് നഷ്ടപ്പെടുന്നു. ഹീറ്റ് എനർജി ആയിട്ട് അത് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഇന്ന് ഈ ബൾബൊക്കെ മാറ്റി നിർത്തി നമ്മളിന്ന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഏത് ബൾബാണ്? LED ബൾബാണ്. എന്തായിരിക്കും ഈ LED ബൾബിൻ്റെ ഗുണങ്ങൾ മേന്മകൾ എന്തൊക്കെയായിരിക്കും? ആ LED എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ ലൈറ്റ് എമിറ്റിംഗ് ഡയോഡാണ്. LED എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ലൈറ്റ് എമിറ്റിംഗ് ഡയോഡാണ്. നമ്മൾ പറഞ്ഞ ഫിലമെൻ്റ് ലാമ്പുകളുടെ പ്രശ്നം എന്തായിരിക്കും? ആ ഫിലമെൻ്റ് കത്തിജ്വലിച്ചിട്ടാണ് നമുക്ക് പ്രകാശം തരുന്നത്. അപ്പോൾ ഇതിലെന്തായിരിക്കും? LED ബൾബിൻ്റെ എന്താ പ്രത്യേകത? ഫിലമെൻ്റ് ഇല്ലാത്തതിനാൽ താപരൂപത്തിലുള്ള ഊർജ്ജ നഷ്ടം അത് ഉണ്ടാക്കുന്നില്ല. ഫിലമെൻ്റ് ലാമ്പിന് ഏറ്റവും പ്രോബ്ലം വന്നത് എന്തായിരിക്കും? അതിന് ഏറ്റവും കൂടുതൽ ഏത് രൂപത്തിലാണ് നഷ്ടപ്പെടുന്നത്? ഹീറ്റ് എനർജി ആയിട്ടാണ് അത് മാറുന്നത്. അടുത്ത എന്താ പറയുന്നത്? CFL ലാമ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും? അതിന് മെർക്കുറി ഉള്ളതുകൊണ്ട് അതിന് ബുദ്ധിമുട്ടായിരിക്കും. എന്നാൽ LED ലാമ്പിന് എന്തില്ല? മെർക്കുറി ഇല്ലാത്തതിനാൽ അതെന്തിനു കാരണമല്ല? പരിസ്ഥിതിക്ക് ഹാനികരമല്ല. പിന്നെ എങ്ങനെയാണ് LED ബൾബ്? നിങ്ങൾ വളരെ ചെറിയൊരു LED ബൾബുകൾ കണ്ടിട്ടുണ്ടായിരിക്കും. അത് വളരെ ചെറുതായിരിക്കും. പിന്നെ എന്താണ്? ഈ LED ബൾബുകൾക്ക് ഏറ്റവും കുറഞ്ഞ പവർ മതി. അപ്പോൾ LED ബൾബുകൾ ഇന്ന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാനുള്ള എന്തൊക്കെ ഗുണങ്ങളാണ് നമ്മൾ കാണുന്നത്? അതിൻ്റെ ഇതെന്താണ്? ലൈറ്റ് എമിറ്റിംഗ് ഡയോഡാണ് ഇത് LEDകൾ. പിന്നെ അതിൻ്റെ ഏറ്റവും പ്രധാന പ്രത്യേകത എന്താണ്? ഫിലമെൻ്റ് ഇല്ലാത്തതിനാൽ താപരൂപത്തിലുള്ള ഊർജ്ജ നഷ്ടം ഉണ്ടാക്കുന്നില്ല. പിന്നെ അടുത്ത് വരുന്നത് എന്തായിരിക്കും? മെർക്കുറി ഇല്ലാത്തതിനാൽ അത് എന്തിനു കാരണമല്ല? പരിസ്ഥിതിക്ക് ഹാനികരമല്ല. അതുപോലെ അത് വളരെ ചെറുതാണ്, വളരെ കുറഞ്ഞ പവർ മതി. LEDs are light emitting diodes. As there is no filament, there is no loss of energy in the form of heat. Since there is no mercury in it, it is not harmful to environment. Low power consumption give out more light. കൂടുതൽ പ്രകാശം നമുക്ക് തരുന്നുണ്ട്. ഇനി ഈ LED ബൾബുകളുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ, പാർട്സുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. നമുക്കറിയാം ഒരു ബൾബിൻ്റെ പ്രധാനപ്പെട്ട പാർട്സ് നമുക്ക് തുറന്നു നോക്കിയില്ലെങ്കിലും നമുക്കറിയാം. ഫസ്റ്റ് തന്നെ പറയുന്നത് ബേസ് യൂണിറ്റ് എന്നാണ്. എന്താണ് ബേസ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ? എന്തായിരിക്കും? ദിസ് ഈസ് എ മെറ്റാലിക് പാർട്ട് ദാറ്റ് കണക്ട് ദി ബൾബ് ടു ദി ഹോൾഡർ. ഹോൾഡറുമായി ബൾബിനെ ബന്ധിപ്പിക്കുന്ന ഭാഗത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബേസ് യൂണിറ്റ് എന്ന് പറയുന്നത്. അടുത്തത് ഹീറ്റ് സിങ്ക്. എന്താണ് ഹീറ്റ് സിങ്ക് എന്ന് പറയുന്നത്? ദി പാർട്ട് ക്ലോസ് ടു ദി ബേസ് യൂണിറ്റ്. ബേസ് യൂണിറ്റിൻ്റെ തൊട്ടടുത്തായിട്ട് യൂണിറ്റോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്നതാണ് ഹീറ്റ് സിങ്ക്. ഇറ്റ് ഈസ് എൻ അറേഞ്ച്മെൻറ്റ് ഫോർ അബ്സോർബിങ് ഹീറ്റ് ഫ്രം ദി ബേസ്. എന്ത് കഴിവുണ്ട് അതിന്? താപം ആഗിരണം ചെയ്യാനുള്ള സംവിധാനം ഏതിനുണ്ട്? ഹീറ്റ് സിങ്ക്. അതിൻ്റെ പേരെന്നെ അതാണ്, ഹീറ്റ് സിങ്ക്. അടുത്തത് ബേസ് പ്ലേറ്റ്. മെറ്റൽ പ്ലേറ്റ് ദാറ്റ് ഫിക്സസ് ഇറ്റ് ടു ദി ഹോൾഡർ. ഏതായിട്ടാണ്? ഹോൾഡറായിട്ട് ഫിക്സ് ചെയ്തിട്ടുള്ള ലോഹ പ്ലേറ്റിനെയാണ് ഇതാണ് ബേസ് പ്ലേറ്റ് എന്ന് പറയുന്നത്. ഇത് ലോഹമായിട്ട് ഒരു മെറ്റാലിക് പ്ലേറ്റാണ്. അടുത്തതാണ് ബാക്ക് കണ്ടക്ടർ സ്ക്രൂസ്. എന്തായിരിക്കും ബാക്ക് കണ്ടക്ടർ സ്ക്രൂസ് എന്ന് പറഞ്ഞാൽ? സ്ക്രൂസ് ഫോർ ഫിക്സിംഗ് വയേഴ്സ് ഫ്രം LED ഡ്രൈവ് ടു ദി ബേസ് യൂണിറ്റ്. LED ഡ്രൈവിൽ നിന്ന് വരുന്ന വയറുകളെ എന്ത് ചെയ്യണം? ബേസ് യൂണിറ്റിൽ എന്ത് ചെയ്യണം? നമുക്ക് കണക്ട് ചെയ്യണം, യോജിപ്പിക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? സ്ക്രൂകൾ ഉപയോഗിക്കുന്നത്. അതിന് പറയുന്ന പേരാണ് ബാക്ക് കണ്ടക്ടർ സ്ക്രൂ. അപ്പോൾ നമ്മൾ എന്തൊക്കെ 4 കാര്യങ്ങൾ പ്രധാനമായിട്ടുള്ള LED ബൾബ്സിൻ്റെ പാർട്സ് എന്തൊക്കെയാണ്? ബേസ് യൂണിറ്റ് ഉണ്ട്, ഹീറ്റ് സിങ്ക്, ബേസ് പ്ലേറ്റ്, ബാക്ക് കണ്ടക്ടർ സ്ക്രൂസ്. ഇനി എന്തൊക്കെ പാർട്സുകളാണ്? ഇനി ഇത്രയും പോയാൽ ഇനിയും ഉണ്ട് അതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ. എന്തൊക്കെയായിരിക്കും? പ്രധാനമായും ഉള്ള പാർട്ടാണ് എന്ത്? പവർ സപ്ലൈ ബോർഡ്. അതായത് LED ഡ്രൈവർ എന്ന് പറയും.
അതായത് നമുക്ക് LED-ക്ക് ലൈറ്റ് കത്തണമെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കണം? പവർ സപ്ലൈ കൊടുക്കണം. വൈദ്യുതി കൊടുക്കാതെ ബൾബ് പ്രകാശിക്കില്ലല്ലോ. ദി ഫങ്ഷൻ ഓഫ് ദിസ് ഇസ് ടു കൺവേർട്ട് AC ഇൻറ്റു DC. എന്താണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻ? എന്തായിരിക്കും? ധർമ്മം എന്താണ്? AC-യെ എന്താക്കി കൺവേർട്ട് ചെയ്യണം? DC ആക്കി മാറ്റണം. അപ്പോൾ ആവശ്യമായ എന്ത് കൊടുക്കുകയാണ്? സപ്ലൈ നെസസറി, ആവശ്യമുള്ള ഔട്ട്പുട്ട് വോൾട്ടേജ് നൽകുകയാണ് ഇതിൻ്റെ ധർമ്മം. അപ്പോൾ എന്താണ് പവർ സപ്ലൈ ബോർഡ്? അതിനെന്തായിരിക്കും? AC-യെ പ്രധാനമായും DC ആക്കി മാറ്റി ആവശ്യമായ ഔട്ട്പുട്ട് നൽകാം. എന്താണ് AC? എന്താണ് DC? AC കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾട്ടർനേറ്റിംഗ് കറണ്ട്, ദിശ മാറിക്കൊണ്ടിരിക്കുന്ന കറണ്ടാണ്. പോസിറ്റീവിലുണ്ടായിരിക്കും, നെഗറ്റീവ്, ദിശ മാറിക്കൊണ്ടിരിക്കുന്ന കറണ്ടാണ്. DC കറണ്ട് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് കറണ്ട്, നേർരേഖ വൈദ്യുതി ആയിരിക്കും DC കറണ്ട്. നെക്സ്റ്റ് ഇതാണ് പ്രിൻറ്റഡ് സർക്യൂട്ട് ബോർഡ്. എന്തായിരിക്കും പ്രിൻറ്റഡ് സർക്യൂട്ട് ബോർഡ്? നിങ്ങൾക്ക് നിങ്ങളുടെ വീടുകളിലെ ഇന്നത്തെ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ നിങ്ങൾ തുറന്നു നോക്കുമ്പോൾ അതിലൊക്കെ കാണാം, ഒരു ബോർഡ് കാണാറുണ്ട്. പലതരം ഉപകരണങ്ങൾ വെച്ചിട്ടുള്ള, അതായത് റെസിസ്റ്റർ വരാം, കപ്പാസിറ്റർ വരാം, അങ്ങനെ എല്ലാ ഉപകരണങ്ങളും കണക്ട് ചെയ്തിട്ടുള്ളൊരു ബോർഡ്. ഇതുപോലെ തന്നെ ഇങ്ങനത്തെ ഒരു പ്രിൻറ്റഡ് സർക്യൂട്ട് ബോർഡ് ഏതിൻ്റെ ഉള്ളിലുണ്ട്? LED ബൾബിൻ്റെ ഉള്ളിലുണ്ട്. പ്രിൻറ്റഡ് സർക്യൂട്ട് ബോർഡ് അല്ലെങ്കിൽ LED ചിപ്പ് ബോർഡ്. LEDs are fixed on this board. ഈ LED ഏതിലാണ് ഫിക്സ് ചെയ്യുന്നത്? ഈ ബോർഡിലാണ് ഫിക്സ് ചെയ്യുന്നത്. ഇൻ ദിസ് ഈസ് ദി പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് പൊളാരിറ്റീസ് ആർ മാർക്ക്ഡ്. നമുക്കറിയാം അതിന് എന്ത് ധ്രുവങ്ങളുണ്ടായിരിക്കും? പോസിറ്റീവ് ഉണ്ടായിരിക്കും, നെഗറ്റീവും ഉണ്ടായിരിക്കും. അപ്പോൾ പ്രിൻറ്റഡ് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒരു LED ചിപ്പ് ബോർഡാണ്. അപ്പോൾ അതിലാണ് പ്രധാനമായിട്ടും എന്തുറപ്പിച്ചിരിക്കുന്നത്? LED-കളെ ഉറപ്പിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് ഇതെന്തായിരിക്കും? ഡിഫ്യൂസർ കപ്പ്. നമുക്കറിയാം ഒരു കവറിങ് എന്ന് പറയുന്നത് തന്നെയാണ് ഡിഫ്യൂസർ കപ്പ് എന്ന് പറയുന്നത്. ദിസ് ഈസ് ദി പാർട്ട് ഫ്രം വിച്ച് ലൈറ്റ് കംസ് ഔട്ട് ഓഫ് ദി ബൾബ്. ബൾബിൽ നിന്നും, അതായത് ഇത് ബൾബൊക്കെ പ്രകാശിച്ചെങ്കിലും ബൾബിൽ നിന്നും എന്ത് പുറത്തു വരുന്ന ഭാഗമാണ്? പ്രകാശം പുറത്തു വരുന്ന ഭാഗമാണ് ഏത്? ഡിഫ്യൂസർ കപ്പ്. അപ്പോൾ നമ്മൾ എന്തൊക്കെ ഇതിൽ പഠിച്ചു? മുമ്പത്തേനെ അപേക്ഷിച്ച് എന്തൊക്കെ പഠിച്ചു? പവർ സപ്ലൈ ബോർഡ്. പവർ സപ്ലൈ ബോർഡ് ഫങ്ഷൻ എന്താണ്? ഫങ്ഷൻ ഈസ് ടു ബി കൺവേർട്ട് AC ഇൻറ്റു DC. AC-യെ എന്താക്കി മാറ്റുന്നു? DC ആക്കി മാറ്റുന്നു. ഒപ്പം തന്നെ ആവശ്യമായ ഔട്ട്പുട്ട് വോൾട്ടേജ് നൽകുകയും ചെയ്യുന്നു. പ്രിൻറ്റഡ് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? LED ഫിക്സ് ചെയ്യുന്നത് ഈ പ്രിൻറ്റഡ് സർക്യൂട്ട് ബോർഡിലാണ്. അതിന് എന്തുണ്ടായിരിക്കും? പോസിറ്റീവും നെഗറ്റീവും പൊളാരിറ്റീസ് ഉണ്ടായിരിക്കും. ഡിഫ്യൂസർ കപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് LED ബൾബ് പ്രകാശിച്ചാൽ പ്രകാശം പുറത്തു വരുന്നത് ഭാഗത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിഫ്യൂസർ കപ്പ് എന്ന് പറയുന്നത്. ഈ ചിത്രം നിങ്ങൾക്ക് കാണാം. നമ്മൾ പറഞ്ഞ എല്ലാ പാർട്സുകളും ഇതിൽ കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. എന്തൊക്കെ പാർട്സുകളാണ് നമ്മൾ പറഞ്ഞത് എന്നുള്ളത് നിങ്ങൾക്കറിയാം. ബേസ് യൂണിറ്റ് ഉണ്ടായിരിക്കും. അടുത്ത് പറഞ്ഞത് ഹീറ്റ് സിങ്ക് കാണാൻ നിങ്ങൾക്ക് അതിൽ കൃത്യമായിട്ട് മനസ്സിലാക്കാം. അതിനോടൊപ്പം തന്നെയാണ് എന്ത് വരുന്നത്? ബേസ് പ്ലേറ്റ്. കണ്ടില്ലേ? ബേസ് പ്ലേറ്റ്. അതിൽ കണക്ഷനായിട്ടുള്ള സ്ക്രൂകൾ, അതായത് ബാക്ക് കണ്ടക്ടർ സ്ക്രൂകൾ കണക്ട് ചെയ്തിട്ടുണ്ട്. അതിനോട് തൊട്ടടുത്തായിട്ട് എന്തുണ്ട്? പവർ സപ്ലൈ ബോർഡ്. കണ്ടില്ലേ? പവർ സപ്ലൈ ബോർഡ്. നെക്സ്റ്റ് എന്താണ്? പ്രിൻറ്റഡ് സർക്യൂട്ട് ബോർഡ്. കണ്ടില്ലേ? അതിൻ്റെ അടിയിൽ കൃത്യമായി നിങ്ങളുടെ ടെക്സ്റ്റിൽ അതേ ചിത്രം തന്നെയാണ് ഇതിൽ കൊടുത്തത്. പ്രിൻറ്റഡ് സർക്യൂട്ട് ബോർഡ്. പിന്നീട് എന്താ വന്നത്? നമ്മുടെ ഡിഫ്യൂസർ കപ്പ് വന്നിട്ടുണ്ടായിരിക്കും. ഇനി LED ബൾബുകളുടെ ഏറ്റവും എന്തൊക്കെയാണ്? റിപ്പയറിംഗ് ദി ഡാമേജസ് ഇൻ ദി LED ബൾബ്സ്. An LED bulb is a combination of many LEDs connected in series. എങ്ങനെ ഇത് കണക്ട് ചെയ്തിരിക്കുന്നത്? സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യുന്നത്. സീരീസ് കണക്ഷനിൽ ഒരെണ്ണത്തിന് ഒരു പ്രോബ്ലം പറ്റിയാൽ അത് മുഴുവനായിട്ടും എന്തായിരിക്കും? പ്രവർത്തനരഹിതമാവും. The bulb will fail to emit light if any one LED is damaged or if the contact of any one LED is lost. നഷ്ടപ്പെടും. അതിൻ്റെ മറ്റുള്ള LED ആയിട്ടുള്ള കോണ്ടാക്റ്റ് അതിന് നഷ്ടപ്പെടും. ഇനി അടുത്ത എന്താ പറയുന്നത്? LED bulb will not emit light
if the rectifier or load resistor or filter capacitor is damaged. ഇതിൽ ഏതെങ്കിലും ഒന്ന്, അതായത് ഫിൽറ്റർ കപ്പാസിറ്റർ ആയിരിക്കാം, റെക്ടിഫയർ ആയിരിക്കാം, ലോഡ് റെസിസ്റ്റർ ആയിരിക്കും, ഇതിൽ ഏതെങ്കിലും ഒന്ന് ഡാമേജ് ആയി കഴിഞ്ഞാൽ ഇതിന് എന്തെങ്കിലും പ്രവർത്തനരഹിതമായാൽ LED ബൾബുകൾ പ്രകാശിക്കില്ല. അപ്പോൾ ഫസ്റ്റ് പറഞ്ഞ എന്തായിരിക്കും, LED ബൾബ് എങ്ങനെയായിട്ടാണ് കണക്ട് ചെയ്യുന്നത്? സീരീസ് ആയിട്ടാണ്. സീരീസ് കണക്ഷനിൽ എവിടെയെങ്കിലും ഒരു ബന്ധം നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ ഡയോഡ് വർക്ക് ചെയ്യാതിരിക്കുകയോ ചെയ്താൽ ആ LED ലൈറ്റ് പ്രകാശിക്കില്ല. പിന്നീട് എന്താ പറയണത്, റെക്ടിഫയർ, ലോഡ് റെസിസ്റ്റർ, ഫിൽറ്റർ കപ്പാസിറ്റർ ഇവയിൽ ഏതെങ്കിലും ഒന്നിന് ഡാമേജ് സംഭവിച്ചാലും LED ബൾബുകൾ പ്രകാശിക്കില്ല. ഒരു LED ബൾബ് അനേകം ലൈറ്റ് എമിറ്റിംഗ് ഡയോഡുകളുടെ ഒരു ശ്രേണി ബന്ധനമാണ്. ഈ ശ്രേണി ബന്ധനത്തിൽ എവിടെയെങ്കിലും ബന്ധം നഷ്ടപ്പെടുകയോ ഏതെങ്കിലും ഡയോഡ് പ്രവർത്തനമാവുകയും ചെയ്താൽ ബൾബ് എന്ത് ചെയ്യും? പ്രകാശിക്കാതെ വരും. ഒരു LED ബൾബിലെ റെക്ടിഫയർ, ലോഡ് റെസിസ്റ്റർ, ഫിൽറ്റർ കപ്പാസിറ്റർ എന്നിവയിൽ ഏതെങ്കിലും പ്രവർത്തനരഹിതമായാലും LED ബൾബുകൾ പ്രകാശിക്കില്ല. എന്തൊക്കെയാണ്